ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ദേ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. വേറെ എങ്ങോട്ടല്ല, എൻ്റെ ഓഫീസിൽ ഇന്ന് ഓണപ്പരിപാടിയാണ്. അതുകൊണ്ട് ഒരു 8:45 9 മണിക്കുള്ളിൽ ചെല്ലണമെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ധൃതിയിൽ ഓടി പിടിച്ച് വന്നതാണ്, ഫുഡ് പോലും കഴിക്കാതെ. ഇവിടെ വന്നപ്പോൾ ആരുമില്ല കേട്ടോ, ഒരാളും ഇവിടെ വന്നിട്ടില്ല. ഞാൻ ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ പോസ്റ്റായി, പൂ ഇട്ടിട്ടില്ല. 10 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ പതുക്കെ വരുന്നതേ ഉള്ളൂ. അവർ നോക്കാനും മൈക്ക് സെറ്റ് ചെയ്യലും അതും ഇതൊക്കെ രാവിലെ ആയിരുന്നു അവരുടെ പരിപാടി. കാര്യങ്ങൾ ആരും വന്നിട്ടില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു 10:30 11 മണിയായപ്പോഴേക്കാണ് എല്ലാവരും വന്ന് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ഒട്ടും സമയം വൈകിക്കാതെ തന്നെ പൂവൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കുറേ ഗസ്റ്റിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പൂക്കളം ഇട്ട് കഴിയണം. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് ഓരോ പൂക്കൾ നന്നാക്കാൻ പോവാണ്. കുറച്ച് പേര് പടം വരയ്ക്കാനായിട്ട് കളം വരയ്ക്കണമല്ലോ. പക്ഷെ ഓൾറെഡി ഞങ്ങൾ കളം വരച്ചിട്ട് റെഡി ആയില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമതൊന്നും കൂടി വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രീധറും ശിവയാണ് ഇവിടെ കളം വരയ്ക്കുന്ന ആൾ. അപ്പോൾ അവരത് ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ കഴിഞ്ഞാൽ പൂവിടാമെന്ന് വിചാരിച്ചു. പൂവിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട് പൂവിടാൻ തുടങ്ങി. ഇപ്പോൾ രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് കുറേ കളികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ പൂക്കൾ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, കാരണം ധൃതി പിടിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. വരച്ചതും ധൃതി പിടിച്ചിട്ടാണ്, ഇടുന്നതും ധൃതി പിടിച്ചിട്ടാണ്. കാരണം ഗസ്റ്റൊക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും സാറൊക്കെ പറയുന്നുണ്ട് വേഗം ഇടുന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒട്ടും താമസിപ്പിക്കാതെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലവരൊക്കെ പൂവരിയാൻ, അതായത് നമ്മൾ ഇടുന്ന അനുസരിച്ച് കുറവ് വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ വേഗം അകത്ത് പോയി അവരോട് പറയും പൂവരിഞ്ഞുകൊണ്ട് വരാൻ പറയുമ്പോൾ അവരങ്ങനെ ചെയ്യും എല്ലാവരും. ഞാൻ എന്നിട്ട് ഇവർ കുറേ ചീത്ത പറഞ്ഞു, നിങ്ങളെല്ലാവരും നേരത്തെ വരേണ്ടതായിരുന്നു, ഞാനിവിടെ 1 മണിക്കൂറായി വന്നിട്ട് നിങ്ങളെന്താ ഇത്ര നേരമായിട്ട് വരാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിടയ്ക്ക് ചീത്തയൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അവസാനം നമ്മുടെ പൂക്കളം സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്തെങ്കിലും ലമ്പൊന്നും ആയിട്ടില്ല. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട് പൂക്കളമൊക്കെ വരച്ചേക്കുന്നത്. ചില പാകപ്പിഴകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂവിട്ടതിൻ്റെ പ്രശ്നമുള്ളൂ. പിന്നെ നമ്മൾ ഒട്ടും താമസിക്കാതെ തന്നെ പരിപാടി തുടങ്ങി. ആദ്യം തന്നെ പ്രാർത്ഥനയിലാണ് തുടങ്ങിയത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സാറിൻ്റെ സ്വാഗത പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കസേര കളിക്കൊക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കസേര കളിക്ക് എനിക്കാണ് സെക്കൻഡ് കിട്ടിയത്. പിന്നെ ബോൾ പാസിങ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ 1-2 കളികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കളികൾ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അതിനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. കാരണം നമ്മൾ തുടങ്ങിയത് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇവരുടെ പാട്ടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഏകദേശം 2:30 ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ആൾക്കാരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്നതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ലേറ്റായി. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ചോറൊക്കെ കഴിക്കാനായിട്ട് പോണത്. നല്ല അടിപൊളി സദ്യയായിരുന്നു. പായസം 2 തരം പായസം ഉണ്ടായിരുന്നു. പാലടയും പരിപ്പും ഉണ്ടായിരുന്നു. പരിപ്പും പാലടയൊക്കെ കൂട്ടിയിട്ട് നല്ല ഒന്നാമതൊരു ഓണസദ്യ കഴിച്ചു എന്ന് തന്നെ പറയാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഓണസദ്യ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വടംവലി മത്സരമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും വടംവലി ഉണ്ട് കേട്ടോ. അപ്പോൾ വടംവലി മത്സരത്തിന് വേണ്ടിയിട്ട് പോവാണ് അടുത്തത്.
അപ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സമ്മാന വിതരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവനാണ് കേട്ടോ കസേരകൾക്ക് ഫസ്റ്റ് മേടിച്ചത്, ഞാൻ സെക്കൻഡാണ് മേടിച്ചത്. ഞാനങ്ങനെ കുറേ സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓണത്തിന് ഇത്ര ഗംഭീരമായിട്ട് പരിപാടിയൊന്നും നടത്തിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഭംഗിയായിട്ട് ഇത്ര കാര്യങ്ങൾ നടത്താൻ പറ്റിയത്. പൂക്കളായാലും ഓരോ കളികളായാലും എന്തായാലും നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു. പിന്നെ സാറുമാരായാലും നല്ല സപ്പോർട്ടിങ് ആണ് കേട്ടോ, എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടിങ് ആണ്. ഇതെൻ്റെ സാറിൻ്റെ മോനാണ് ഞങ്ങൾക്ക് സമ്മാനം തരുന്നത്. എന്നെ കുറേ നേരം അവരിട്ട് വാരുന്നുണ്ടായിരുന്നു, എനിക്ക് സമ്മാനമില്ല പ്രൈസില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അടിപൊളിയായിട്ട് ഈ കൊല്ലത്തെ ഓണം അടിപൊളിയായിട്ട് പോയി. സമ്മാനമൊക്കെ മേടിച്ചത് ഞാൻ തന്നെയാണ് പോയി സമ്മാനമൊക്കെ മേടിച്ചത്. പാക്കിംഗ് ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ആഘോഷം തുടങ്ങി. ഇത് വടംവലിയുടെ മത്സരക്കാരായിരുന്നു കേട്ടോ. വടംവലിക്കും സമ്മാനം ഉണ്ടായിരുന്നു. വടംവലിക്ക് ഒരു കൊല്ലം പഴന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ അതിനുശേഷം നമ്മളത് മാറ്റി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണപ്പരിപാടി, ഇന്നത്തേന്നല്ല ഈ കൊല്ലത്തെ ഓണപ്പരിപാടി ഇവിടെ തീർന്നു കേട്ടോ. അപ്പോൾ കുറേ ഗസ്റ്റ് വന്നവരൊക്കെ പോയി, സാറുമാരൊക്കെ പോയി. ഞങ്ങൾ സ്റ്റാഫ്സ് കുറച്ച് പേര് മാത്രം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ഫുഡ് വേസ്റ്റല്ല ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ അത് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നാളെ ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായമാണ്. പല ഗെയിമും കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഉറിയടി, അങ്ങനെ കുറേ സ്പൂൺ റൈസ്, പിന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതൊന്നും എടുത്തില്ല, കാരണം എനിക്ക് കുറേ നേരം കഴിഞ്ഞപ്പോൾ തലവേദന ആയതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.